ശക്തമായി ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ പലതും നടക്കാതെ പോകുന്നുണ്ടോ? ഈ വിഷയത്തെ ആധാരമാക്കിയിട്ട് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പ്രാപ്തി, അലൈൻമെന്റ് ഓഫ് ഇന്നർ ഫോഴ്സസ് മേക്സ് അച്ചീവ്മെന്റ് നാച്ചുറൽ. എന്താണ് പ്രാപ്തി? എന്താണ് പ്രാപ്തി എന്ന സിദ്ധി? എന്തുകൊണ്ടാണ് പലർക്കും ജീവിതത്തിൽ വേണ്ടത് നേടാൻ കഴിയാത്തത്? പ്രാപ്തി വളർത്താൻ എന്തെല്ലാം പരിശീലനങ്ങൾ ആവശ്യമാണ്? ഈ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുവാനാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അഷ്ടസിദ്ധികളെ കുറിച്ച് സംസാരിച്ചു വരികയാണ്. അഷ്ടസിദ്ധികൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ കൈവരുന്ന ശേഷികളാണ്. ജീവിതത്തിൽ കൈവരുന്ന ശേഷികൾ, ജീവിതത്തിലുള്ള ശേഷികളാണ്. പക്ഷെ അതിനെ നമ്മൾ അനുചിതമായ ജീവിതം കൊണ്ട് പലപ്പോഴും അത് മൂടിവെക്കപ്പെടും. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ക്രമരാഹിത്യം കൊണ്ട് അത് മൂടിവെക്കപ്പെടും. അപ്പോൾ നമ്മൾ ശരിയായ സാധനങ്ങളിലൂടെ പോകുമ്പോൾ ശരീരം അതിന്റെ ഒപ്റ്റിമം ലെവലിലേക്ക് പോവുകയും പ്രാണൻ അതിന്റെ ശരിയായ ദിശയിലൂടെ ചലിക്കുകയും മനസ്സ് കൃത്യമായ രീതിയിൽ നിയന്ത്രിതമാവുകയും ചെയ്യുന്ന സമയത്ത് ശരീരത്തിന് തുറന്നു കിട്ടുന്ന ആന്തരികമായ ആ ശേഷിയാണ് സിദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ആ സിദ്ധികളില് ലഖിമ, ഗരിമ, അനിമ, പിന്നെ മഹിമ തുടങ്ങിയ സിദ്ധികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വളരെ ചെറുതാകുന്നത്, വളരെ വലുതാകുന്നത്. പലപ്പോഴും ഇത് ഓപ്പോസിറ്റ് ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓപ്പോസിറ്റ് അല്ല, ഇതെല്ലാം ഒരുമിച്ചാകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇതിൽ അഞ്ചാമത്തേതായിട്ട് നമ്മളൊന്ന് വരുന്ന ഒരു വിഷയമാണ് പ്രാപ്തി എന്ന് പറയുന്നത്. പ്രാപ്തി എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിന് ചില കാര്യങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നേടാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്, നേടാൻ വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിന് നാളത്തേക്ക്, ഇപ്പൊ വർത്തമാനത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്നത്, നമുക്ക് നാളത്തേക്ക് അല്ലെങ്കിൽ കുറച്ചു നേരം അപ്പുറത്തേക്ക്, ഭാവിയിലേക്ക് നമുക്ക് ഒരു പ്രത്യാശ ഇല്ലെങ്കിൽ നമുക്ക് ആ ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുക അസാധ്യമാണ്. ഉദാഹരണത്തിന് ഇപ്പൊ വിശക്കുന്നു എന്നിരിക്കട്ടെ. വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം വേണമെന്ന് തോന്നുന്നു. ഭക്ഷണം വേണമെന്നിപ്പോ ഭക്ഷണം എവിടെയെന്ന് അന്വേഷിക്കുന്നു. ആ ഉള്ളതിനെ കുറിച്ചുള്ള നമ്മുടെ വാസനകളോ അല്ലെങ്കിൽ സ്മൃതിയോ എടുത്തുകൊണ്ട് നമ്മൾ ഭക്ഷണം ഉള്ളിടത്തേക്ക് യാത്ര ചെയ്യുന്നു. അവിടുന്ന് ഭക്ഷണം സ്വീകരിക്കാനുള്ള കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കുന്നു. എന്നിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് നൽകുന്നു. ഈ രീതിയിൽ നമ്മുടെ വർത്തമാന ജീവിതത്തിൽ നിന്നും ഭാവിയിലേക്കുള്ള ഒരു കൈ നീട്ടൽ, ഒരു കയ്യെത്തിപ്പിടിക്കൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുക. അപ്പോ ആ കയ്യെത്തിപ്പിടിക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന കാര്യത്തെയാണ് നമ്മൾ പ്രത്യാശ, പ്രതീക്ഷ എന്നൊക്കെ പറയുക. അപ്പൊ പ്രത്യാശയും പ്രതീക്ഷയും ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം ആ ദിശയിലേക്ക് പോയി അത് നേടിയെടുക്കാൻ സന്നദ്ധമാകും. പക്ഷെ ആധുനിക കാലത്ത് അങ്ങനെ നേടിയെടുക്കാൻ സന്നദ്ധമായാൽ പോലും പലപ്പോഴും നേടിയെടുക്കാൻ തോന്നുന്ന പലതും നേടിയെടുക്കാൻ പറ്റാറില്ല. നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതും ആഗ്രഹിക്കാറുണ്ട്, ഇല്ലേ? നമ്മളെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പലതും കൈവരിക്കാൻ കഴിയാതെ പോകുന്ന അനുഭവവും ഉണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ എന്തെങ്കിലും വിചാരിക്കുമ്പോൾ അത് നടക്കില്ല, വിചാരിക്കുന്നത് നടക്കില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ എന്തെങ്കിലും വേണമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. അങ്ങനെ ഞാൻ ഒരുപാട് കാലം അങ്ങനെ വിശ്വസിച്ചിരുന്നു. ഞാൻ എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ, ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല, അത് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നടക്കാത്തത് എന്ന് ഞാൻ കരുതിയിരുന്നു. പിന്നീടാണ് ഈ ഒരു അവസ്ഥയെക്കുറിച്ച്, അതായത് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് നടക്കുക, നമ്മൾ ഇച്ഛിക്കുന്നതാണ് നടക്കുക എന്ന ഒരു രീതിയിലേക്കുള്ളൊരു പരിവർത്തനം എൻ്റെ ഉള്ളിൽ ഉണ്ടായത്. അപ്പോ ഈ ആഗ്രഹവും ഫലവും തമ്മിലുള്ള അകലമുണ്ടല്ലോ, ഈ അകലം എന്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്? നമ്മൾ എത്ര ശ്രമിച്ചാൽ അതുകൊണ്ട് നേട്ടമില്ലാത്ത അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്റെ ഒരു അടിത്തറയാകുന്ന നമ്മുടെ ഈ ഡൈവേഴ്സിഫൈ ആയിട്ടുള്ള ആ ഒരു ചിന്തയുടെ ഒരു പ്രോസസ്, ചിതറിപ്പോയ ശ്രദ്ധയുടെ ഒരു പ്രോസസ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ബോധ്യം വന്നു കഴിഞ്ഞപ്പോഴാണ് അത് കൃത്യമായിട്ട് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായത്. ഈ നമ്മുടെ ഉള്ളില് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഡിസോർഗനൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് കാര്യങ്ങൾ നടക്കില്ല.
ഇപ്പോ ഒരു കൈ ഒരു വഴിക്കും മറ്റൊരു വഴിക്കും പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പാകത്തില്ല. നമ്മളൊരു ഒരിടത്തേക്ക് ഉന്നം വെക്കുന്നിരിക്കട്ടെ, ഞാൻ ഈ കൈ കൊണ്ട് എറിയുന്ന സമയത്ത് ഈ കൈ കൊണ്ട് അതിനുള്ള ആയം പിടിക്കണം, അതിനുള്ള ബാലൻസ് ചെയ്യണം, എങ്കിലാണ് ഏറെ കൃത്യമായിട്ട് നടക്കുക. അതങ്ങനെ എറിയാൻ കഴിയുന്നില്ലെങ്കിൽ, ഇവ തമ്മിൽ സംഘടിതമല്ലെങ്കിൽ കൃത്യമായിട്ട് മുൻപോട്ട് പോവുക കഴിയില്ല. അപ്പോ നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ ലൈഫ് എന്താണ്, ഇത് തമ്മിലുള്ള വിരുദ്ധതയുണ്ടല്ലോ. നമ്മുടെ ആ ഉള്ളിലുള്ള ആ എന്താ പറയുക അസംഘടിതാവസ്ഥ, നമ്മുടെ ശ്രദ്ധ പാളിപ്പോകുന്ന ഒരവസ്ഥ, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ നടക്കില്ല. ആഗ്രഹിക്കുന്നൊന്നും നടക്കണം എന്നില്ല. നേരെ തിരിച്ച് ആവുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പ്രാപ്തി എന്ന് പറയുന്നത്. പ്രാപ്തി എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ പറഞ്ഞ അഷ്ടസിദ്ധികളിൽ 5-ാമത്തേതാണ്. അത് നേടുവാനുള്ള കാര്യപ്രാപ്തി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? കാര്യത്തെ പ്രാപിക്കുന്ന ഒരവസ്ഥ, പ്രാപ്തി, പ്രാപിക്കുവാനുള്ള ശേഷി, നേടുവാനുള്ള ശക്തി. ഇത് ഈ കാര്യപ്രാപ്തി എന്ന് വെച്ചാൽ ഇപ്പോ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ചില ആളുകളെ ഏൽപ്പിക്കും. ഇന്നൊരു കാര്യം ചെയ്യാനുണ്ട്, എന്നാ പിന്നെ മറ്റേ ആളെ ഏൽപ്പിക്കും, അയാളാകുമ്പോൾ നടക്കും എന്ന് പറയും. കാരണം കാര്യപ്രാപ്തി നമുക്കില്ല, അയാൾക്കുണ്ട്. അമ്പല കമ്മിറ്റിയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമ്പലത്തില് എന്ത് പൂജ വെച്ച് കഴിഞ്ഞാലും അതിനെ വന്നു കൂടുന്ന കുറച്ച് ആളുകളുണ്ട്. അതിൽ ചിലരുണ്ട് അതിൽ അമ്പലം മെഴുങ്ങാൻ പാകത്തെ പ്രാപ്തിയുള്ളവരാണ്. അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പിരിവ് നടക്കും, വെടിക്കെട്ട് നടക്കും, ഉത്സവം നടക്കും, ആ കാര്യങ്ങളെല്ലാം നടക്കും. അത് അവരുടെ കയ്യിൽ കാശുണ്ടായിട്ടുണ്ട്. അവർക്ക് കാശിനെ മൊബിലൈസ് ചെയ്യാൻ, ആളുകളെ മൊബിലൈസ് ചെയ്യാനുള്ള ഒരു ശേഷിയുണ്ട്, അതിന്റെ ഒരു ഇച്ഛാശക്തി ഉണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത തവണ നമുക്ക് അമ്പലത്തിൽ ഒരു കാര്യം ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ ആണ് ഫോക്കസ് ചെയ്യുക. കാരണം അവര് ലക്ഷ്യം പ്രാപിക്കുന്നതിന്റെ പ്രതീകമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്ന ചേട്ടൻ അയാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിൽ ആ കാര്യം നടന്നിരിക്കും എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു RTO ഓഫീസിലെ ഒരു കാര്യം, ഇന്ന ആളെ ഏൽപ്പിച്ചാൽ അത് നടന്നിരിക്കും. തിരുവനന്തപുരത്ത് നിയമസഭയിൽ നിന്ന് സെക്രട്ടേറിയറ്റ് നമുക്കൊരു കാര്യം സാധിക്കാനുണ്ട് എങ്കിൽ ഇന്ന ആളെ ഏൽപ്പിച്ചാൽ മതി, ആ കാര്യപ്രാപ്തി നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല. അപ്പോ പ്രാപിക്കുവാനുള്ള, പ്രാപ്തി നേടുവാനുള്ള ശേഷി, അത് ഒരു ലക്ഷ്യപൂർത്തീകരണത്തിന്റെ സിമ്പലാണ്. അതുള്ളവരെയാണ് നമ്മൾ ഏൽപ്പിക്കുക, അല്ലെ? സത്യത്തിൽ നമുക്കത് വേണമെങ്കിൽ എന്താണ്, നമുക്കത് അവരെ ഏൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കത് ഇല്ലാന്ന് തോന്നുന്നതുകൊണ്ടാണ്. നമ്മുടെ പ്രാപിക്കുവാനുള്ള ഒരവസ്ഥയോട് നമ്മൾ അലൈൻഡ് ആയിട്ടില്ല. നമ്മുടെ ആന്തരിക സ്വത്വം എന്ന് പറയുന്നത് ഈ പ്രാപിക്കുന്ന ഒരവസ്ഥയോട് അലൈൻഡ് ആയിട്ടില്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു കാര്യം ചെയ്യാൻ എന്റെ ശരീരം, എന്റെ മനസ്സ്, എന്റെ അറിവ് ഇത് അലൈൻഡ് ആയിട്ടില്ല. അലൈൻഡ് ആവുന്ന സമയത്ത് എനിക്ക് പ്രാപിക്കാൻ പറ്റും. അത് ഏത് കാര്യം ആയിക്കോട്ടെ. നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് സൈക്കിൾ വീട്ടിൽ പ്രാപിക്കില്ല, ചവിട്ടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് എത്തും. സ്വാഭാവികമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കുന്ന ആ അവസ്ഥയാണ് നമുക്ക് പ്രാപ്തി എന്ന് പറയും. കാര്യപ്രാപ്തി നേടി എന്ന് പറയും. നമ്മൾ ഈ അച്ഛൻ മരിച്ച ഒരു സാഹചര്യത്തിൽ നമ്മൾ കുട്ടികളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കാരണവന്മാർ തമ്മിൽ സംസാരിക്കില്ല. അവൻ പ്രാപ്തിയായി, കാര്യങ്ങൾ നോക്കാനുള്ള പ്രാപ്തിയായിരുന്നു. ആ പ്രാപ്തി എന്ന് പറയുന്നത് ഈ ഒരു ലക്ഷ്യസിദ്ധിയുടെ പ്രതീകമായിട്ടാണ്. ഈ പ്രാപ്തി എന്നുള്ളത് നമ്മുടെ ഉള്ളില് എംബെഡഡ് ആണ്. ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്, നമുക്കൊരു കാര്യം നേടാനുള്ള പ്രാപ്തി ഉണ്ട്. അതുകൊണ്ടാണ് ജനിച്ച വഴിക്ക് തന്നെ നമ്മുടെ മാറിൽ നിന്നും പാല് ഈറ്റി കുടിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത്, കാര്യപ്രാപ്തി ഉള്ളത് കൊണ്ടാണ്. അത് കഴിയാതെ പോകുന്നത് ഇങ്ങനെ പതുക്കെ പോകെ നമ്മുടെ ശരീരം വളരുന്നതനുസരിച്ച് ഇപ്പൊ പ്രാപ്തി കൂടേണ്ടതല്ലേ? പക്ഷെ പലപ്പോഴും അത് കഴിയാതെ പോകുന്നു. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ആന്തരികമായി പ്രാപ്തി ലഭ്യമാകണമെങ്കിൽ ആന്തരികമായിട്ടുള്ള ഫാക്കൽറ്റികളും ബാഹ്യമായിട്ടുള്ള ഫാക്കൽറ്റികളും ശരിയായിട്ട് വർക്ക് ചെയ്യണം. ആന്തരികമായിട്ടുള്ള ഈ മെക്കാനിസത്തിൽ നിന്നും ഉണ്ടാകുന്ന നിയന്ത്രണങ്ങളും ശക്തിയും എല്ലാം ബാഹ്യമായിട്ടുള്ള കർമ്മേന്ദ്രിയങ്ങളിലൂടെ ചെയ്ത് അത് പ്രകട മനസ്സിലൂടെ പ്രതിമനസ്സ് വരെ ചെല്ലേണ്ടതുണ്ട്. ഇവിടെ അത് ശരിയാകാതെ വരും. അതായത് എന്റെ അകത്തെ ചിന്തയും എന്റെ പ്രവൃത്തിയും തമ്മിലുള്ള ആ ദൂരം കൂടുന്ന സമയത്ത് ഈ പ്രാപ്തി നടക്കാതെ വരും. ഇതിനെ നിർണയിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ. അതിലൊന്ന് വികാരമാണ്. വികാരങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ പൊങ്ങിയും താണും വന്നു കഴിഞ്ഞാൽ ഈ സംഭവത്തെ കൃത്യമായിട്ട് നടത്താൻ കഴിയില്ല. വികാരങ്ങളിലെ അസ്ഥിരത എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു പ്രശ്നമാണ്. പിന്നെ ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെയാണ് കാര്യം ചെയ്യേണ്ടത്, യഥാർത്ഥത്തിൽ ഇവിടെയാണ് ചെയ്യേണ്ടത്. പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇവിടെയാണ്, ഞാൻ ഇവിടേക്കാണെന്നോ വിചാരിക്കുന്നു. എങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത ഒരു കാര്യമുണ്ടല്ലോ, വ്യക്തത. എവിടെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, കാര്യം പ്രാപിക്കേണ്ടത് എവിടെയാണെന്നുള്ള ആ വ്യക്തതയുടെ അഭാവം, അത് നമുക്കുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നടക്കില്ല.
പിന്നെ ജീവിതത്തിന്റെ ക്രമരഹിതമായിട്ടുള്ള ഒരു അവസ്ഥ. ഇപ്പോ ഞാൻ സ്ഥിരം പറയുന്ന ഒരു ഉദാഹരണം, നമുക്ക് കൃത്യമായ രീതിയിൽ ഒരു പ്രത്യേക ടൈമിൽ പാചകം കഴിഞ്ഞു പോകണം. അപ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ആളുകൾ ക്യാമ്പിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറെ ആളുകളുണ്ട്. അവർക്ക് ആ സമയത്ത് ഇത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ക്യാമ്പിൽ കടുക് ഉപയോഗിക്കാറില്ല എങ്കിലും ഞാൻ തൽക്കാലത്തേക്ക് ഉദാഹരണത്തിന് പറയുകയാണ്. ക്യാമ്പ് എന്നുള്ള ആളുകൾക്ക് ആ സമയത്തിന് ഭക്ഷണം കൊടുക്കേണ്ട സമയത്ത് നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇടാനായിട്ട് കടുകിന്റെ പാത്രത്തിന്റെ അവിടേക്ക് കൈ പോകുന്ന സമയത്ത് കടുക് അവിടെയില്ല. കാരണം എന്താ? ഇതിനു മുമ്പ് കടുക് എടുത്തിട്ട് അവിടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചു. അടുത്ത ആള് വന്നിട്ട് അല്ലെങ്കിൽ അടുത്ത ഒരു സംഭവത്തെ നമ്മൾ ഒതുക്കി വെക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതിനെ മറ്റെവിടെയോ പ്ലേസ് ചെയ്തു. ക്രമം എന്ന് പറയുന്നത് എന്താണ്? എല്ലാത്തിനും ഓരോ ഇടമുണ്ട്. ആ ഇടത്തിലേക്ക് തന്നെ അത് റീപ്ലേസ് ചെയ്യപ്പെടണം, എങ്കിലാണ് അവിടെ നിന്ന് എടുക്കാൻ പറ്റുക. പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ, എടുക്കേണ്ട സ്ഥലത്ത് വെച്ചില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മിസ്പ്ലേസ്ഡ് ആയിപ്പോയി. നമ്മൾ വീണ്ടും തേടുന്ന സമയത്ത്, വീണ്ടും എടുക്കാൻ നോക്കുന്ന സമയത്ത് അത് അവിടെ ഇല്ല. അപ്പോ സ്വാഭാവികമായിട്ടും ഇത് തേടാനുള്ള ഒരു സമയം നമ്മൾ എടുക്കും. ഇത് നമ്മുടെ പാചകത്തിനെ ചിലപ്പോൾ കരിച്ചു കളയും, അല്ലെങ്കിൽ അതിനെ ഡിലേ ആക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. അപ്പോ ഇത് ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു. ഇത് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കാണാം. സമസ്ത മേഖലകളിലും നമ്മൾ എവിടെയെങ്കിലും പോകാൻ ഒരുങ്ങുന്ന സമയത്ത് 10 മണിക്ക് പോകണം, 10 മണിക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ 10 മണി വരെയും നമുക്ക് ഇറങ്ങാൻ പറ്റാതെ വരുന്നത് നമ്മൾ ഡിസോർഗനൈസ്ഡ് ആയതുകൊണ്ടാണ്. ഡിസോർഗനൈസ്ഡ് ആകുമ്പോൾ ആ അസംഘടിതമായിട്ടുള്ള ആ ഒരു വർക്ക് പാറ്റേൺ, ലൈഫ് പാറ്റേൺ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ കാര്യപ്രാപ്തിയിലേക്ക് എത്താനുള്ള ശേഷി അല്ലെങ്കിൽ കാര്യപ്രാപ്തിയിൽ എത്താനുള്ള പ്രാപ്തി നമുക്കില്ലാതെ പോകുന്നു. പിന്നെ ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് അതാണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല. അവർക്ക് തോന്നുന്നു ഒരു പ്രത്യേക സമയത്ത് ഒരു കാര്യം ചെയ്യാൻ തോന്നുന്നു, അത് ചെയ്യുന്നു. ചെയ്യാൻ തോന്നുന്നു, ചെയ്യുന്നു. ആ ചെയ്യുന്നത് കൊണ്ട് കോൺസിക്വൻസസ് ഉണ്ടോ? ഇപ്പോ നമ്മുടെ വീടിന് മുറകില് കുറച്ച് ചപ്പും ചവറൊക്കെ വീണ് കിടക്കുന്നു. ഉടനെ തന്നെ നമ്മൾ ഒരു ചൂലെടുക്കുന്നു, അത് തൂത്തുവാരി ഒരു പാത്രത്തിലാക്കി തെങ്ങിന്റെ ചുവട്ടിലോ മാവിന്റെ ചുവട്ടിലോ കൊണ്ടിടുന്നു. അവിടെ പുതയായിക്കുള്ളൂ. ഇതാണല്ലോ സാധാരണ രീതി ചെയ്യേണ്ടത്. അതിനു പകരം നമ്മൾ അതവിടെ കിടക്കുന്ന സമയത്ത് അതവിടെ കിടത്തോട്ടെ, അതിനെന്താ കുഴപ്പം എന്ന് വിചാരിച്ചാലോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതവിടെ കിടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. സത്യത്തിൽ അവിടെ കിടക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ അതങ്ങനെയാണ് എങ്കിൽ, അത് നിത്യേന അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ആ വീടിന്റെ അവസ്ഥ എന്തായിരിക്കും? അവിടുത്തെ വൃത്തിയുടെ അവസ്ഥ എന്തായിരിക്കും? അവിടുത്തെ ഹൈജീനിന്റെ അവസ്ഥ, അവിടുത്തെ എന്താ പറയാ ഈസി ലൈഫിന്റെ ഈസിനെസിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? കുറെ കഴിയുമ്പോഴേക്ക് നിന്ന് കഴിഞ്ഞാൽ ചൊറിയാൻ തുടങ്ങും. നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ജീവികളൊക്കെ വന്ന് കൂടും അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ അവിടെ ക്ലീൻ ചെയ്ത് വെക്കേണ്ടി വരുന്നത്. മനുഷ്യന്റെ ആ ഒരു ഇടപെടൽ കൊണ്ട് ആ ഭാഗം ക്ലീനായി ഇരിക്കുമ്പോഴാണ് നമുക്ക് അവിടെ വാസയോഗ്യമാവുന്നത്. പക്ഷെ അത് ചെയ്യാൻ നമുക്ക് തോന്നിയില്ലെങ്കിലും, അതല്ല ഇനി അതിനെ നമുക്ക് തോന്നും നമ്മൾ പോകുന്ന വഴി ഇത് കിടക്കുന്നു, അത് ബുദ്ധിമുട്ടാണല്ലോ, ഉടനെ നമ്മൾ വെറുതെ ഒന്ന് തട്ടി അങ്ങോട്ട് മാറ്റിയിടുന്നു. അത് ക്ലീൻ ചെയ്യണം നമുക്ക് തോന്നാറില്ല. ഞാൻ പറയുന്നത് ബാലിശമായി തോന്നുന്നുണ്ടോ? നിങ്ങൾ വെളിയിൽ ഇറങ്ങി നോക്കിയാൽ മതി. റോഡിന്റെ സൈഡിൽ മുഴുവൻ പ്ലാസ്റ്റിക്കിന്റെ കടലാസൊക്കെ. ഇപ്പൊ കേരളത്തിൽ ഹരിതസേന ഉള്ളത് കൊണ്ട് അത്ര കൂടുതലില്ല. പക്ഷെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും പ്ലാസ്റ്റിക്കാണ്. അതവിടെ കിടക്കുന്നത് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സാമൂഹ്യ സംവിധാനത്തെ, പ്രാകൃതിക ജീവിതത്തെ ബാധിക്കുന്നതാണെന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലില്ല. അപ്പോൾ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഇന്നർ പ്രോഗ്രാമിംഗ് ആണ്. നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ധർമ്മത്തെയും തമ്മിൽ കോർഡിനേഷൻ ഇല്ലാത്ത രീതിയിൽ. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഈ പ്രാപ്തി എന്നുള്ള സ്കില്ല് ഉണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെയല്ല. അത് ശരിക്കും ആ ഇന്നർ പ്രോഗ്രാമിംഗ് എന്നുള്ളത് കോർഡിനേറ്റഡ് ആയിരിക്കും. അപ്പോ സ്വാഭാവികമായിട്ടും ഇതും അതും ഒരു രണ്ട് തരത്തിലുണ്ടാവുമ്പോൾ ഇതെല്ലാം ഒരുമിച്ച് പോകുന്ന ഒരവസ്ഥയിൽ ശ്രദ്ധയുടെ ഒരു ഏകാഗ്രത ഉണ്ടാവും. ശ്രദ്ധ ഫോക്കസ്ഡ് ആവും. അങ്ങനെ നമ്മൾ ഫോക്കസ്ഡ് ആയി നിൽക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഏത് വഴിക്ക് വേണം പോകേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് വർക്ക് ചെയ്യാം. അത് നിരന്തരമായിട്ട് ഉണ്ടാവുമ്പോൾ, ആ ശ്രദ്ധ ദിശാബോധത്തോടുകൂടി നിരന്തരമായിട്ട് ഉണ്ടാവുന്ന സമയത്ത്, തുടർച്ചയായ ആ പ്രവർത്തനം ഉണ്ടാവുന്ന സമയത്ത് കൃത്യമായിട്ട് വർക്ക് ചെയ്യും. അവിടെ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ എല്ലാം ആ ഊർജമുണ്ടല്ലോ, അത് കൃത്യമായിട്ട് അലയുണ്ടാവും. ലക്ഷ്യത്തിലേക്ക് നമ്മൾ വളരെ സ്വാഭാവികമായിട്ടൊഴുകും. ഇതാണ് പ്രാപ്തി എന്ന് പറയുന്നത്. ഇപ്പോ ഒരാള് ലഡു ഉണ്ടാക്കാൻ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ഒരാള്, നമുക്ക് എക്സ്പെർട്ടൈസ് ഇല്ല. അയാൾ വന്നിരിക്കുന്നു, പാത്രം എടുക്കുന്നു, എണ്ണ ഒഴിക്കുന്നു,
പിന്നെ മറ്റേ പഞ്ചസാരയും സാധനങ്ങളും ഒക്കെ എടുക്കുന്നു. എനിക്ക് എന്റെ പ്രൊസീജിയർ അറിയില്ല. എങ്കിലും ഇതെല്ലാം എടുത്തിട്ട് അയാൾ കുറച്ച് സമയത്തിനുള്ളിൽ ഒരു ലഡു ഉണ്ടാക്കി തരും. നമ്മളാണെങ്കിൽ യൂട്യൂബ് നോക്കി അതാണോ ഇതാണോ നമ്മൾ എഴുതി നോക്കേണ്ടി വരും അല്ലെ. അപ്പൊ അയാൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ചെയ്ത് പരിചയമുള്ളത് കൊണ്ടും, പരിചയമുള്ളപ്പോ എന്താ ഉണ്ടാവുക, അയാളുടെ എനർജി കൃത്യമായിട്ട് അലൈൻഡ് ആയിരിക്കും. അയാൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ ചെയ്യുന്ന പ്രക്രിയ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അയാൾക്ക് കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അയാൾ അതിന് ശ്രദ്ധിക്കും. അത് വളരെ കൃത്യമായിട്ട് ചെയ്യും. കൃത്യമായിട്ട് ഒഴുകി അതിങ്ങ് പോരും. അപ്പൊ കാര്യപ്രാപ്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഫ്ലോ സ്റ്റേറ്റ് കൂടിയാണ്. നമ്മുടെ ശരീരത്തിൽ അത് ചെയ്യുവാനുള്ള ശേഷി കൂടിയാണ്. അപ്പോ നമ്മൾ ഒളിമ്പസ് അനുസരിച്ച് ഈ പ്രാപ്തിയെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ, നമ്മുടെ ഉപബോധത്തിന് ഇത് സാധ്യമാകും എന്ന ബോധ്യമുണ്ടെങ്കിൽ, ഉപബോധത്തിന് ഇത് സാധ്യമാകുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ, ഇതാണ് നടക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ അത് നടക്കും. ലഡു ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന ബോധ്യം ഉള്ളിലുണ്ടെങ്കിൽ ലഡു ഉണ്ടാക്കൽ നടക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് ലഡു ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു പ്രാവശ്യം യാദൃശ്യമായിട്ട് ഉണ്ടായിപ്പോയി. പക്ഷെ അടുത്ത പ്രാവശ്യം നമ്മൾ ലഡു ഉണ്ടാക്കി, നമുക്കറിയാം ലഡു ഉണ്ടാക്കേണ്ടത് ഇങ്ങനെയാണെന്നറിയാം. പക്ഷെ അവിടെ എത്തുമ്പോൾ ലഡു തന്നെയാണോ വേണ്ടത് എന്ന് നമുക്ക് തോന്നി, നമ്മൾ വഴിതിരിഞ്ഞു പോകും. പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് സ്കിൽസ് ഉണ്ട്, എല്ലാവർക്കും. നമ്മുടെ ആളുകൾക്ക് എന്ന് വെച്ചാൽ മനുഷ്യർക്ക് മുഴുവൻ സ്കില്ലുകളുണ്ട്, പലതരം സ്കില്ലുകളുണ്ട്. ഈ സ്കില്ല് ഉപയോഗിച്ച് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോ അത് അവിടെ നിർത്തിയെന്ന് വരും. അപ്പോഴേക്കും ശ്രദ്ധ മാറിപ്പോകും. ഇങ്ങനെ 10 പ്രാവശ്യം സംഭവിച്ചാൽ മതി. അടുത്ത പ്രാവശ്യം ശ്രദ്ധിച്ചാൽ പോലും അവിടെ എത്തുമ്പോൾ മുന്നോട്ട് പോകില്ല, വഴിതിരിഞ്ഞു പോകും. കാരണം എന്താ വെച്ചാൽ ഉപബോധത്തിന്റെ പ്രോഗ്രാമിംഗ് എങ്ങനെയാണ്. അപ്പോ ഉപബോധത്തെ റീപ്രോഗ്രാം ചെയ്താൽ നമുക്കിത് സാധ്യമാകും എന്നുള്ളത്, അറ്റ് എനി കോസ്റ്റ് നമ്മൾ സാധ്യമാക്കും എന്നുള്ളത് 4 പ്രാവശ്യം പ്രോഗ്രാം ചെയ്താൽ മതി, റീപ്രോഗ്രാം ചെയ്താൽ മതി. ഉപബോധത്തിൽ അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഉപബോധത്തിൽ അത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് അതൊരു ഹാബിറ്റ് ആക്കി മാറ്റണം. അങ്ങനെ ഒരു ഹാബിറ്റ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ അകത്ത് കൃത്യമായിട്ടുള്ളൊരു ഓർഡർ ക്രിയേറ്റ് ചെയ്യും, ഒരു ക്രമം ക്രിയേറ്റ് ചെയ്യും. അപ്പോ സ്വാഭാവികമായിട്ടുള്ള താളത്തിന്റെ, എന്റെ ആന്തരിക ശരീരത്തിന്റെയും ബാഹ്യ ശരീരത്തിന്റെയും ഒരു സ്വാഭാവിക താളത്തിന് ഇതങ്ങും മുമ്പോട്ടും കാര്യപ്രാപ്തി അവിടെ നമുക്ക് സിദ്ധമാകും. പ്രകൃതിയിൽ നമുക്കിത് എവിടെയും കാണാം. ഇപ്പോ ഒരു വിത്തിനെ സംബന്ധിച്ചിടത്തോളം വിത്ത് കുഴിച്ചിട്ടാ മുളയ്ക്കുക. വളരെ റയറായിട്ട് ചില വിത്തുകൾ കേടായി പോവുകയോ ഒക്കെ ചെയ്യും. പക്ഷെ സാധാരണ രീതിയിൽ ഒരു വിത്തിന്റെ രീതി എന്താ, വിത്തിന് നനവ് കിട്ടിക്കഴിഞ്ഞാൽ അത് മുളയ്ക്കും, അത് പിന്നെ വളർന്ന് മരമായി തീരും, കായുണ്ടാവും. ഇത് സ്വാഭാവികമാണ്, വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോ നൈസർഗികമായി സംഭവിക്കുന്നതെല്ലാം തന്നെ കൃത്യമായി സംഭവിച്ചു കൊള്ളുന്ന ഒരു കാര്യമുണ്ട്. അപ്പോ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, കാര്യപ്രാപ്തിയിൽ ഈ കാര്യം എന്നുള്ളത് നൈസർഗികമാണോ, കൃത്യമാണോ, യഥാർത്ഥത്തിൽ നടക്കേണ്ടതാണോ എന്നൊരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ നടക്കേണ്ടതാണെങ്കിൽ അത് സംഭവിച്ചിരിക്കും, അതിന് സംശയമില്ല. വിത്തിന്റെ വളർച്ച പോലെ ഈ പൂവ് വിരിയുന്ന കണ്ടില്ലേ, ഇപ്പോ ചില പൂവുകളെയൊക്കെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ മൊട്ട് വന്നു, അതിന്റെ 1-ാമത്തെ മണിക്കൂറിൽ ഇത്ര വളരും, 2-ാമത്തെ മണിക്കൂറിൽ ഇത്ര വിടരും, 3-ാമത്തെ മണിക്കൂറിൽ ഇത്ര വിടരും. ഇങ്ങനെ അതിന് സമയബന്ധിതമായിട്ട് ഒരു വിരിയുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലേ. അത് ആ പൂവിന്റെ പ്രാപ്തിയാണ്. നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നിരിക്കട്ടെ, ആ പെൺകുട്ടി ഒരു കുറച്ചു നാൾ കഴിയുമ്പോഴേക്കും അവൻ നമ്മുടെ കൺമുന്നിൽ നിന്ന് ഓടിക്കളിച്ച് സർവ്വ കുസൃതിയും കാണിച്ച് നടന്നിരുന്ന ആ പെൺകുട്ടി കുറച്ചു ദിവസം കഴിയുമ്പോൾ ഋതുമതിയാവും. കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും അവളെ വിവാഹപ്രായമാവും. കുറച്ചു ദിവസം കഴിയുമ്പോൾ നമ്മൾ വിവാഹം കഴിച്ചു കൊടുക്കുന്നു, അത് കഴിഞ്ഞ് കുഞ്ഞാവും. നമ്മൾ നോക്കി നിൽക്കതങ്ങനെ സംഭവിക്കും. നമുക്ക് വിശ്വസിക്കാൻ തോന്നില്ല, എന്റെ കയ്യിലെ കുഞ്ഞായിരുന്ന ആൾ ഇപ്പൊ ഒരു കുഞ്ഞിന്റെ അമ്മയായിരിക്കും. ഇതെങ്ങനെയാണ്? നമുക്കറിയാം ലോകത്തിന്റെ ഒരു സീക്വൻസ് അങ്ങനെ. പക്ഷെ ഇത് നൈസർഗികമായ ഒരു പ്രവാഹ ക്രമമില്ലേ, ഒരു പുഴ ഒഴുകുന്നത് പോലെ എഫേർട്ട്ലെസ് ആയിട്ട്. കാര്യപ്രാപ്തി എന്ന് പറയുന്നത് പരിശ്രമിച്ചുണ്ടാക്കേണ്ട കാര്യമല്ല, അത് പ്രകൃതിയിൽ ഇത് നൈസർഗികമായി സംഭവിക്കുന്നതാണ്. നമ്മൾ സാധാരണ രീതിയിൽ കാര്യങ്ങളെ ബലം കൊടുത്ത് നേടുന്ന ഒരു പരിപാടിയുണ്ട് അല്ലെ, നമ്മൾ എന്തിനേയും മുന്തി തള്ളി നീക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇതാണ് ഫോഴ്സ്ഡ് റിസൾട്ട് എന്ന് പറയുന്നത്. ഫോഴ്സ്ഡ് റിസൾട്ട് ബലം നൽകിക്കൊണ്ടുള്ള ഫലം. വേറൊന്നുണ്ട്, നമ്മൾ ഒരു വഴിക്ക് പോയാൽ മതി. ഇപ്പോ നദി പോകുന്നത് പോലെ നമ്മൾ ആ വഴിക്ക് ഒഴുകിയാൽ മതി. അതിന് വേണ്ടത് അതിന്റെ പിന്നാലെയുള്ള കാര്യങ്ങൾ അതിന്റെ പുറകെ അനുബന്ധമായി വന്നുകൊള്ളും. അതിനാണ് വാക്വംഡ് റിസൾട്ട് എന്ന് പറയാം. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വാക്വം ഉണ്ടാവും, വാക്വത്തിലേക്ക് പ്രകൃതി നൽകേണ്ടതെല്ലാം നൽകിക്കൊണ്ടിരിക്കും. നമ്മൾ മുൻപോട്ട് പോയാൽ മതി. ഇത് തന്നെയാണ് ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയാം. അത് സംഭവിക്കണമെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു അലൈൻമെന്റ് സംഭവിക്കണം. നമ്മുടെ പോക്ക് ഉണ്ടാവണം, നമുക്ക് ലക്ഷ്യബോധം ഉണ്ടാവണം, ഇന്ന ക്ലാരിറ്റി ഉണ്ടാവണം, എല്ലാം നമ്മൾ അലൈൻമെന്റ് ഉണ്ടാവണം, കോൺഫ്ലിക്റ്റുകൾ റെഡ്യൂസ്ഡ് ആയിരിക്കണം, ഡിഫറൻസസ് ഉണ്ടായിരിക്കണം, ഡിഫറൻസസ് തമ്മിലുള്ള കോർഡിനേഷൻ ഉണ്ടായിരിക്കണം.
ഇങ്ങനെ ഇവയെല്ലാം കൂടെ ചേരുന്ന സമയത്താണ് ഒരു ബയോട്ടിക് സിസ്റ്റം കൃത്യമായിട്ട് പ്രവർത്തിക്കുക. അപ്പോഴാണ് ഒരു നാച്ചുറൽ അലൈൻമെന്റ് ഉണ്ടാവുക. ഈ നാച്ചുറൽ അലൈൻമെന്റ് ഉണ്ടാവുന്ന സമയത്താണ് കാര്യപ്രാപ്തി എന്നുള്ളത് ഉണ്ടാവുക. പക്ഷെ ലോകത്ത് ഇതിപ്പോ സത്യത്തിൽ വളരെ കഷ്ടമാണ്, ഇത് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു പ്രാപ്തി ഉണ്ടാവുക. ലോകത്ത് രണ്ടു തരം കാര്യങ്ങളുണ്ട്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, കോർപ്പറേറ്റുകൾ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യത്തെ ഉപയോഗിക്കുന്നുണ്ട്. അവർ ഇതേ പ്രിൻസിപ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. കോർപ്പറേറ്റുകൾ മുഴുവൻ ഇവിടെ വിജയിച്ച് കാണുന്ന മുഴുവൻ സംവിധാനങ്ങളും പ്രകൃതിയുടെ നിയമങ്ങളെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കോർപ്പറേറ്റ് വേൾഡിൽ അവർ മാനേജ്മെന്റ് സയൻസിന്റെ ഭാഗമായിട്ട് ഇത് ചെയ്യുന്നു. കോർപ്പറേറ്റ് വേൾഡിൽ നിന്ന് അല്പം മാറി നിൽക്കുക. ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷനിലൊക്കെ വരുന്ന സംഭവം എന്ന് പറയുന്നത്, കോർപ്പറേറ്റ്സിനോടൊക്കെ യുദ്ധം ചെയ്യുന്ന മാനസികാവസ്ഥയുള്ളവരാണ് ഈ NGOസിലൊക്കെ വരിക. NGOസിന് ഇവരെ ഉണ്ടാക്കി വെച്ച അതോറിറ്റേറിയൻസ് ഉണ്ടാക്കി വെച്ച സോഷ്യൽ വർക്കിന്റെ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അറിയുന്നവർ, അത് പഠിച്ചവർ വീണ്ടും മാനേജ്മെന്റ് സയൻസിന്റെ രീതിയിലുള്ള കോർപ്പറേറ്റ് രീതിയിൽ ആ NGO നടത്തിക്കൊണ്ടു പോകുമ്പോൾ അതങ്ങ് നടക്കും. പകരം സാമൂഹ്യ പ്രവർത്തനത്തോട് തീവ്രമായ ആഗ്രഹം കൊണ്ട്, സോഷ്യൽ വർക്കിന്റെ ശാസ്ത്രീയ പഠനം ഒന്നും നടത്തില്ല, സാമൂഹ്യ പ്രവർത്തനത്തോട് തീവ്രമായ താല്പര്യം കൊണ്ട് ഞാൻ ഇത് ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളില്ലേ, അവർക്ക് ഈ കാര്യങ്ങൾ വിജയിപ്പിക്കാൻ കഴിയാറില്ല. കാരണം എന്താ? ഈ ഓർഡർ എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. ഇതിനൊരു ഓർഡർ ഉണ്ടെന്നുള്ളത് അറിയില്ല. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മ്യൂച്വൽ കണക്ഷൻ ഉണ്ടെന്നുള്ളത് അറിയില്ല. ആ ഇന്റേണൽ കോർഡിനേഷൻ ഉണ്ടെന്നുള്ളത് അറിയില്ല. ഇതറിയാതെ വരുന്ന സമയത്ത് ശരിയായ രീതിയിൽ അച്ചടക്കം ഉണ്ടാവില്ല. വീക്ക് ഡിസിപ്ലിൻ ആയിരിക്കും ഉണ്ടാവുക. ആ വീക്ക് ഡിസിപ്ലിൻ ഉണ്ടെങ്കിലും നടക്കില്ല. നാട്ടിൻപുറത്ത് പല കാര്യങ്ങളും ചെയ്ത് പൊളിയുന്നത് എന്തുകൊണ്ടാണ്? കോർപ്പറേറ്റ്സ് വിജയിക്കുമ്പോൾ നാട്ടിൻപുറത്തെ സാധാരണക്കാരൻ ചെയ്യുന്നത് പൊളിയുന്നതുകൊണ്ടാണ്. ഞാൻ ഈ പറഞ്ഞ വീക്ക് ഡിസിപ്ലിൻ കൊണ്ടാണ്. ഈ വീക്ക് ഡിസിപ്ലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിപ്ലിൻ തീരെ ഉണ്ടാവില്ല. അതേസമയം ഇവർക്കാണ് അറിവ് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇൻഫർമേഷൻ ഓവർലോഡ് ആയിരിക്കും. കാരണം ആധുനിക കാലത്ത് ഇഷ്ടം പോലെ ഐഡിയാസ് ഉണ്ടല്ലോ. യൂട്യൂബ് നോക്കിയാൽ മതി, ഇഷ്ടം പോലെ ഐഡിയാസ് കിട്ടും. അതല്ലെങ്കിൽ തന്നെ യുക്തിക്ക് എന്താ കുറവ്? എല്ലാത്തരം യുക്തികളും നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ 5 പേര് കൂടി കഴിഞ്ഞാൽ 10 യുക്തികൾ നമുക്ക് അവിടെ വരാൻ അല്പസമയം മതി. ഇവ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആയി, ഇൻഫർമേഷൻ ഓവർലോഡായി. പിന്നെ ഡിസിപ്ലിൻ ഇല്ലെങ്കിലോ, നമ്മൾ സമത്വസുന്ദര ലോകത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ജനാധിപത്യത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ജനാധിപത്യം പാലിച്ചില്ലെങ്കിൽ ശരിയല്ല എന്നുള്ളത്. കോർപ്പറേഷനിൽ ജനാധിപത്യമാണ് സംഭവിക്കുന്നത്? അല്ല, ഹൈറാർക്കിയാണ്. അപ്പോ കൃത്യമായിട്ടുള്ള ഹൈറാർക്കിയിലൂടെ കൃത്യമായിട്ടുള്ള ന്യൂക്ലിയസിനെ ചുറ്റി അതിന്റെ ഓർഡർ പാലിക്കുന്ന ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സംവിധാനത്തിന് ഈ ഫ്ലോ സ്റ്റേറ്റ് എന്നുള്ളത് സംഭവിക്കും. അവിടെ കാര്യപ്രാപ്തി സാധ്യമാണ്. അവിടെ നമ്മുടെ ലോകത്ത് ആ ഫ്രാഗ്മെന്റഡ് ആക്ഷൻസ് ആണ്, ഫ്രാഗ്മെന്റഡ് തോട്ട്സ് ആണ്, ഇൻഫർമേഷൻ ഓവർഫ്ലോ ആണ്, പിന്നെ മോശമായിട്ടുള്ള ഡിസിപ്ലിൻ ആണ് ഇതിനൊക്കെ കാരണമാകുന്നത്. അപ്പൊ ഇതെല്ലാം ശരിയാക്കണമെങ്കിൽ അതിന് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ചില ശീലങ്ങൾ വേണം. അത് വ്യക്തിയിലാണെങ്കിലും ഓർഗനൈസേഷൻസിലാണെങ്കിലും ഒരു നാട്ടിലാണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ശീലങ്ങൾ, ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ പാകത്തുള്ള ശീലങ്ങൾ വേണം. നമ്മൾ കടം വാങ്ങിയിട്ടാണെങ്കിൽ നമുക്ക് ശക്തമായിട്ടുള്ള മറ്റേ ആഗ്രഹങ്ങളാണ് നമ്മളെ ഇപ്പൊ ഭരിക്കുന്നത് അല്ലെ. നമ്മൾ അവിടെ നിന്ന് TV കടം വാങ്ങുന്നു, മൊബൈലിൽ നിന്ന് കടം വാങ്ങുന്നു. നമ്മൾ അവിടെ കണ്ടു അതുകൊണ്ട് ഇരിക്കും വേണമെന്ന് വിചാരിക്കും. അതല്ല, അകത്തുനിന്ന് വരണം. ഇന്റൻഷൻ അകത്തുനിന്ന് വരണം. നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന കാര്യമാണെങ്കിൽ നടന്നിരിക്കും. അവിടെയാണ് പ്രാപ്തി ഉണ്ടാവുക. അപ്പോ ഈ പ്രാപ്തി ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ നമ്മൾ ഇവിടെ PSPയിലൂടെ അല്ലെങ്കിൽ ഒളിമ്പസിൽ നമ്മൾ ചെയ്യുന്ന രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ലക്ഷ്യത്തിന് ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് വേണം. ഒന്ന് ലക്ഷ്യത്തിന് ക്ലാരിറ്റി വേണം. ശ്രദ്ധ ഫോക്കസ്ഡ് ആവണം. പിന്നെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഹാബിറ്റ്സ് വേണം. ഉപബോധത്തിൽ നമ്മളതിനെ ബ്ലോക്ക് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനെ മാറ്റി വേറെ ഒന്നാക്കി മാറ്റണം. അതായത് ഹീലിംഗ്, ഇന്റേണൽ ഹീലിംഗ് ആവശ്യം. പിന്നെ കൃത്യമായ രീതിയിൽ നമ്മളെ ബോധിപ്പിക്കണം. നമുക്കിത് പ്രാപ്തമാണ് എന്നത് ബോധിപ്പിക്കണം. പ്രകൃതിയുടെ കൃത്യമായ താളത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കാര്യങ്ങളെ പ്രാപ്തിയിലേക്ക് എത്തിക്കാൻ പറ്റും. ഇത് ഇങ്ങനെയൊന്നും അല്ലാതെ ശരിയായ രീതിയിൽ പ്രാണസാധനയും ചെയ്തുകൊണ്ടിരുന്നത്, ശരിയായ രീതിയിൽ ഏതെങ്കിലും വിധത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രാപ്തിയിലേക്ക് എത്തും. അതിലേക്ക് ആ വഴി എത്തുന്നതിന് മുമ്പ് തന്നെ എത്താനുള്ള വഴിയാണ് ഈ PSP Q ലൈഫ് എന്നൊക്കെ പറയുന്ന പരിപാടികൾ. അതിലൂടെ പോയിട്ട് നമ്മൾ ഈ പ്രാപ്തിയിലേക്ക് എത്തും. അപ്പോൾ അഷ്ടസിദ്ധികളിൽ 5ാമത്തെ ഉള്ള പ്രാപ്തി എന്ന് പറയുന്നത് നമുക്ക് കാര്യങ്ങൾ നേടുവാനുള്ള നമ്മുടെ ശേഷിയാണ്. അത് ആന്തരികമായിട്ടുള്ള ക്രമത്തിന്റെ, താളത്തിന്റെ ഒരു ക്രമീകരണമാണ്. ഇന്റേണൽ ആയിട്ടുള്ള ഒരു കോർഡിനേഷന്റെ ആകത്തുകയാണ്. അത് കൃത്യമായിട്ടുള്ള അച്ചടക്കത്തിന്റെ ആകത്തുകയാണ്. അതുണ്ടാകുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ നേടാൻ കഴിയും. ഇതെല്ലാം വീക്കായിരിക്കുന്ന സമയത്ത്, നമ്മുടെ ഉള്ളിൽ കാര്യങ്ങളെല്ലാം ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത് നേടാൻ കഴിയാതെ. അപ്പൊ ഇതാണ് പ്രാപ്തി എന്ന് പറയുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപ്തി എന്നുള്ളത് ഉണ്ടോ?
നിങ്ങൾക്ക് നേടണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് പരിശോധിക്കുക. ആ കാരണം എന്തെന്ന് കണ്ടെത്തിയാൽ അതിന്റെ കാരണത്തിന്റെ മറുപക്ഷം എന്താണ്, അത് ചെയ്താൽ മതി. അത് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റും. അതിലേക്ക് എത്തിക്കാൻ PSP നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ, നിരീക്ഷണം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ ഇതിന്റെ തുടർച്ചയിലേക്ക് പോകാം. അതുവരെയും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.